അതിന്റെ കാരണം വ്യക്തമാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഇരട്ട നീതി അല്ലെങ്കിൽ രണ്ട് സമീപനം. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് CPM ആണെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷമാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിനോട് അനുഭാവം പുലർത്തുന്ന ആളാണെങ്കിൽ നടപടികൾ അത്ര വേഗത്തിൽ വേണ്ട. വളരെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിന്റെ ഒരു മട്ടും മാതിരിയും അനുസരിച്ച് ചെയ്താൽ മതി. അതാണ് ഇപ്പോഴത്തെ ഈ നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതേപോലെ കോൺഗ്രസ്സുകാരനാണെങ്കിലോ, അല്ലെങ്കിൽ UDF ആണെങ്കിലോ, ഇനി BJP ആണെങ്കിലോ നടപടി ഉടൻ നടപടികൾ ഉണ്ടാവും. കേസ് ചാർജ് ചെയ്യും, അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കും. പക്ഷെ പ്രതിസ്ഥാനത്ത് ഒരു CPM കാരനാണെങ്കിൽ അത്തരത്തിലുള്ള തിടുക്കമൊന്നും ആരും പ്രതീക്ഷിക്കരുത്, ആ വേഗതയും പ്രതീക്ഷിക്കരുത്. അതാണ് നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തില് ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദങ്ങളുടെ അതിന്റെ അന്വേഷണത്തിന്റെ, അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള പരക്കം പാച്ചിലിന്റെ ഒക്കെ കഥകളാണ് വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഇന്നലത്തെ ഒരു പകല് മുഴുവൻ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച നടിയെ ആക്രമിച്ച കേസ്, അതിന്റെ വിധി ഇന്നലെ ആയിരുന്നല്ലോ. അതും ഇതുപോലൊരു കേസാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്